ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തേത് ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കുള്ള ഒരു റീഡിംഗ് ആണ്. ഇവിടെ ഞാൻ മെഡിറ്റേഷനിൽ ഒരിക്കലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോ എൻ്റെ ഓഡിയൻസ് എന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളെ ഈ റീഡിംഗ് തേടി എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള റീഡിംഗ് ആണ്. ഈ റീഡിംഗ് അവകാശപ്പെട്ടത് ആരാണോ അവരുടെ അടുത്തേക്ക് മാത്രമേ ഈ റീഡിംഗ് എത്തുകയുള്ളൂ. നിങ്ങളൊരു പ്രത്യേക കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. നിങ്ങൾ ലൈഫിൽ എല്ലാവർക്കും വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ സഹായിക്കണമെന്ന് വിചാരിച്ചിട്ടും ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടും ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു വ്യക്തി, ഒരുപാട് ട്രസ്റ്റ് ചെയ്ത ഒരു വ്യക്തി, നിങ്ങൾ വിശ്വസിച്ച, നിങ്ങൾ സ്നേഹം പങ്കിട്ട ഒരു വ്യക്തി, നിങ്ങളുടെ ഉറ്റ സുഹൃത്തെന്ന് നിങ്ങൾ ധരിച്ചൊരു വ്യക്തി, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ബ്ലഡ് എന്ന് നിങ്ങൾ വിചാരിച്ചൊരു വ്യക്തി നിങ്ങളെ ശരിക്കും വേദനിപ്പിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ആണ് ഞാനിന്ന് നോക്കാൻ പോകുന്നത്. സോ ഇതൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് റീഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെന്നിരിക്കും. ഇതൊരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ആദ്യമായിട്ട് എൻ്റെ റീഡിംഗ് കാണുന്ന ആളുകളുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് ഒരുപാട് ആളുകളിലേക്ക് എത്തിയേക്കാം. കാര്യം ഈ ഒരു എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ആളുകളിലേക്ക് എത്താനുള്ള ഒരു റീഡിംഗ് ആയിട്ട് മാറാം ഇത്. സോ നിങ്ങൾ ഈ റീഡിങ്ങിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്വസിച്ച് ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്ത് ഒന്ന് റിലാക്സ്ഡ് ആയിരുന്ന് ആ ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു റീഡിങ്ങിലേക്ക് കടക്കുക. അപ്പോൾ നമുക്ക് ടാരോട് ചോദിച്ച് നോക്കാം. നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു വ്യക്തി, നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ട് പോയ ആ ഒരു വ്യക്തി, അവരും നിങ്ങൾ തമ്മിലുള്ള ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണ്? ടാരോ പ്ലീസ് ഗൈഡ് മീ. ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയുടെ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ആളുടെ കറണ്ട് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുമായിട്ടുള്ള കറണ്ട് എനർജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ നിങ്ങളുടെ ആ ഒരു വ്യക്തിയോടുള്ള കറണ്ട് എനർജി നമുക്ക് ആദ്യം നോക്കാം. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോടുള്ള കറണ്ട് ഫീലിംഗ് ഇപ്പോൾ എന്താണ്? കാർഡ് നമ്പർ 1. ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള കറണ്ട് എനർജി, കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. നിങ്ങളോട് ആ ഒരു വ്യക്തിക്കുള്ള കറണ്ട് എനർജി ഓർ ഫീലിംഗ്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ആ ഒരു വ്യക്തി എങ്ങനെയാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് കാര്യമാണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്നത്? എങ്ങനെയാണ് ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നോക്കാം. എങ്ങനെയാണ് ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചത്? അല്ലെങ്കിൽ അവരുടെ ഇൻറ്റൻഷൻ, നിങ്ങളുടെ ലൈഫിൽ അവർ എന്തിനാണ് വന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നത് എന്ന് നോക്കാം. എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷനാണ് കേട്ടോ. അവരുടെ ട്രൂ ഇൻറ്റൻഷൻ, നിങ്ങളോടുള്ള ട്രൂ ഇൻറ്റൻഷൻ എന്തായിരുന്നു? അവരുടെ ലൈഫിലെ, അവരിപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിലെ കറണ്ട് ലൈഫ് സിറ്റുവേഷൻ, ഇപ്പോഴത്തെ അവരുടെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. കറണ്ട് ലൈഫ് സിറ്റുവേഷൻ ഓഫ് ദാറ്റ് പേഴ്സൺ. നിങ്ങൾക്കിടയിൽ നടന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴുള്ള ഫീലിംഗ് എന്താണ്? നിങ്ങൾക്കിടയിൽ നടന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് ആ വ്യക്തിക്ക് ഇപ്പോഴുള്ള ഫീലിംഗ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കിടയിൽ നടന്ന ആ കാര്യത്തെക്കുറിച്ച് വ്യക്തിക്ക് ഇപ്പോൾ ഉള്ള ഫീലിംഗ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ഭാവിയിൽ വരാനുള്ള എന്തെങ്കിലും ഒരു എനർജി ഉണ്ടോ നോക്കാം. ചിലപ്പോൾ അത് നിങ്ങളുടെ കറണ്ട് ഔട്ട്കം ആവാം. ഇപ്പോൾ നിങ്ങൾ ആ ഒരു എനർജിയിലായിരിക്കാം, അല്ലെങ്കിൽ ഭാവിയിൽ ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ പോയേക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ തന്നെ കറണ്ട് എനർജി ഔട്ട്കം ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. എന്താണ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോടുള്ള കറണ്ട് എനർജി? ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോഴുള്ള കറണ്ട് എനർജി എന്താണെന്ന് നോക്കിയപ്പോൾ 3 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? കിങ് ഓഫ് വോൺസ് ആണ്. എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ ഹേർട്ട് ചെയ്തത്? ഓക്കെ, 6 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. അവരുടെ കറണ്ട് ലൈഫ് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ഏസ് ഓഫ് കപ്സിലാണ്. ഓക്കെ, നിങ്ങൾക്കിടയിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അവർക്ക് ഇപ്പോഴുള്ള ഒരു ഫീലിംഗ് എന്താണ്? 7 ഓഫ് കപ്സ് ആണ്.
നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു കറണ്ട് ഔട്ട്കം അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള ഒരു ഔട്ട്കം നോക്കാം. ദ മൂൺ എന്നുള്ള ഒരു കാർഡാണ്. സോ നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് 10 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. സോ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഫാമിലി തന്നെയാണ്, നിങ്ങളുടെ ബ്ലഡാണ്, നിങ്ങളുടെ പാർട്ട്ണറാണ്, നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു ആളാണ്. ഓക്കെ, നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, വൈഫായിരിക്കാം, നിങ്ങളുടെ തന്നെ റിലേഷനിലുള്ള ആരെങ്കിലും ആയിരിക്കാം, നിങ്ങളുടെ ഫാദർ ആയിരിക്കാം, നിങ്ങളുടെ മക്കളായിരിക്കാം, നിങ്ങളുടെ ഫാമിലി ആവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആണെങ്കിൽ കൂടി നിങ്ങളുടെ സ്വന്തം ഫാമിലിയായിട്ട് നിങ്ങൾ കരുതിയ ഒരാളായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഉറപ്പായിട്ടും ഇയാൾ ഉണ്ടാവും, നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഇയാൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് നിങ്ങൾ ചിന്തിച്ച ഒരു വ്യക്തിയാണിത്. കൂടുതലും നിങ്ങളുടെ ഫാമിലി, അതായത് നിങ്ങളുടെ സ്പൗസ്, അതായത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ആവാനായിട്ട് ഒരുപാട് ചാൻസ് കൂടുതലാണ് നിങ്ങൾ ഈ ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ കറണ്ട് എനർജി നോക്കുമ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഹേർട്ട് ചെയ്തതായിട്ട് തോന്നുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ആഴത്തിലുള്ളതായിരുന്നു, വളരെ ആഴത്തിൽ തന്നെ നിങ്ങൾ മുറിവേറ്റിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും വളരെ സിൻസിയറായിട്ടാണ് ചെയ്തത്, വളരെ ലോയലായിട്ടാണ് ചെയ്തത്, അതായത് വളരെ സത്യസന്ധമായി. ഒരു റിലേഷൻഷിപ്പിൻ്റെ 100% സത്യസന്ധത ഉണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പോലും നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഇതിൻ്റെ ഓർമ്മകളുണ്ടെന്നുള്ളതാണ്. ഓർമ്മകൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ഓർമ്മകളെക്കാളും കൂടുതൽ പേടിയുള്ള നെഗറ്റീവ് ഓർമ്മകളാണ് കൂടുതലും ഉള്ളത്. പക്ഷേ നിങ്ങൾ ചില സമയത്തൊക്കെ ഇമാജിനേഷനിലേക്ക് പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതായത് ഒരു ഇങ്ങനെയല്ലായിരുന്നു, മറിച്ചായിരുന്നു സംഭവിച്ചിരുന്നതെങ്കിൽ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പാസ്റ്റ് കണക്ഷനുള്ള ഒരു വ്യക്തിയാണ്, ഒരു എക്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും അങ്ങനെയല്ലാതെ ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതായത് എന്തെങ്കിലും ഒരു ജെനുവിനിറ്റി അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നെങ്കിൽ മേ ബി ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ റിലേഷൻ ഇങ്ങനെ ആയിരുന്നിരിക്കില്ല പോവേണ്ടതെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. സോ നിങ്ങളുടേത് വളരെ പ്യുവർ ആയിട്ടുള്ള ഒരു എനർജി ആയിരുന്നു. പക്ഷെ നിങ്ങളിപ്പോൾ അത്ര ഹാപ്പി അല്ല ആ ഒരു കാര്യത്തിൽ. ഈവൻ ഈ ഒരു വ്യക്തി സ്റ്റിൽ ഇപ്പോഴും നിങ്ങളുടെ കൂടത്തിൽ തന്നെ ഉണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾ അതിലൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ്. ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഒരു സ്നേഹത്തിൻ്റെ ഒരു ഹാപ്പിനെസ് അതൊന്നും നിങ്ങൾക്കിപ്പോൾ ഇല്ല. ഓക്കെ, സോ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു എനർജി നോക്കുവാണെങ്കിൽ ഓക്കെ, എന്തൊക്കെയോ ഒന്ന് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും എന്തൊക്കെയോ വഴികളിലൂടെ അവർ ആലോചിക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. സംതിങ് ടു റീബിൽഡ്, അതാണ്. അവരിപ്പം ഒരു വാല്യൂവിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്, വില, നിങ്ങളുടെ വിലയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ചില കാര്യങ്ങളൊക്കെ പുതുതായിട്ട് പഠിക്കുന്നുണ്ട് ലൈഫിൽ. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, അതായത് ചിലപ്പോൾ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇപ്പോഴായിരിക്കും പഠിക്കുന്നത്. ഓക്കെ, അവർക്ക് ഇടേണ്ട എഫേർട്ടിനെ കുറിച്ച് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ വളരെ പ്രാക്ടിക്കലാണ്, നിങ്ങളുടേത് വളരെ ഇമോഷണലാണ്. അവർ പ്രാക്ടിക്കലി ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളാണെങ്കിൽ ഇമോഷണലി വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മേ ബി ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ചില പേടികളുണ്ടായിരിക്കാം. ഓക്കെ, സോ അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ആലോചിക്കുന്നത് നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളെ വളരെ അട്രാക്റ്റീവായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, വർത്തി ആയിട്ടുള്ള ഒരാളായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ വില അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു സ്നേഹിക്കപ്പെടാൻ അർഹതയുള്ള, നല്ല സിറ്റുവേഷൻ ജീവിക്കാൻ അർഹതയുള്ള ഒരാളായിരുന്നു എന്നൊക്കെ ഇപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും. സോ അത് നിങ്ങൾക്കിടയിലുള്ള ഒരു ഗ്യാപ്പ്, ആ ഒരു ഗ്യാപ്പായിരിക്കും അവരെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി നിങ്ങളെ ഒരിക്കലും കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അവരുടെ കൺട്രോളിൽ നിൽക്കില്ല. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇതിങ്ങനെ ഇഗ്നോർ ചെയ്തിട്ട് കാര്യമില്ല, ഒഴിവാക്കി വിട്ടിട്ട് കാര്യമില്ല എന്നവർക്കിപ്പോൾ തോന്നുന്നുണ്ട്. സോ ഈ ഒരു വ്യക്തി നിങ്ങളെ ഹേർട്ട് ചെയ്തത് എന്തിനാണെന്ന് നോക്കാം. ശരിയായിട്ടുള്ള അവരുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു എന്നുള്ളത്. ആക്ച്വലി അവർ നിങ്ങളിൽ നിന്നും വിട്ടകന്ന് പോയതാണ്. ഓക്കെ, അവർ നിങ്ങളിൽ നിന്നൊരു പുതിയൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും, ഇമോഷണലി നിങ്ങളുമായിട്ട് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ടാവും, നിങ്ങളെ ഒറ്റയ്ക്കാക്കി പോയിട്ടുണ്ടാവും. ഓക്കെ,
അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സമയത്ത്, നിങ്ങളുമായിട്ട് സംസാരിക്കേണ്ട സമയത്ത് അത് ഒഴിവാക്കി മൂവ് അവേ ചെയ്തിട്ടുണ്ട്. ശരിക്കും അവർ ആ ഒരു സമയത്ത് ഒരിക്കലും ഈ റിലേഷൻഷിപ്പിൻ്റെ ഡെപ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ ഒന്നും മനസ്സിലാക്കിയിട്ടല്ല ഇതൊന്നും ചെയ്തിട്ടുള്ളത്. ഓക്കെ, ശരിക്കും ഒരു ഇമോഷണൽ ഇമ്മെച്യൂരിറ്റിയാണ്. റിയാലിറ്റിയെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ട്, ഉത്തരങ്ങൾ തരാനുള്ള മടി കൊണ്ട്, ക്ലാരിറ്റികൾ തരാനുള്ള മടി കൊണ്ട് സിറ്റുവേഷനിൽ നിന്നും എസ്കേപ്പ് ചെയ്യുക എന്ന് പറയും, ഓടി രക്ഷപ്പെടുക. ഓക്കെ, അവർക്ക് ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, അവർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാമായിരിക്കും, പക്ഷെ അവർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടണം, ലീവിങ് ബിഹൈൻഡ് എന്നുള്ള ഒരു എനർജിയിലായിരുന്നു. ഓക്കെ, അവർ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. സോ ഇവിടെ തൊട്ട് കാര്യങ്ങളൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്. പുതിയൊരു ഇമോഷണൽ ഫേസിലേക്ക് അവർ കടന്നിട്ടുണ്ട്. ഒരു പുതിയ കണക്ഷനെ കുറിച്ച്, ഒരു ഇമോഷണൽ അവേക്കനിങ് ഒക്കെയാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇപ്പോൾ അവർക്ക് ശരിക്കും യഥാർത്ഥ സ്നേഹം എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴായിരിക്കും അത് തോന്നുന്നത്. ശരിക്കും ഇവിടെ ഒരു കർമ്മ തീം വരുന്നുണ്ട്. ആക്ച്വലി അവർ ചെയ്തതിൻ്റെ ഒരു കർമ്മ ആണ് ഇവരിപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ള ഒരു ഫീലിംഗ് ഇപ്പോൾ ഉണ്ടായിരിക്കും. കാരണം അവർ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന സമയത്ത്, സ്നേഹം ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളിൽ നിന്നും അത് ലഭിക്കുന്നുണ്ടാവില്ല. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടി കടന്നു പോയിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന ഒരു ടൈമിലാണ്. ഓക്കെ, നിങ്ങൾ ഒരിക്കൽ അവർക്ക് കൊടുത്തത് എന്താണെന്ന് തിരിച്ചറിയുന്നൊരു സമയമായിരിക്കും. ഇനി അവരുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്ന് നോക്കിയാൽ 7 of Cups ആണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ അവരുടെ മനസ്സിൽ തോന്നുന്നുണ്ട്, ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഇമോഷണലി അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള, പുറമേ എങ്ങനെ അവർ നിന്നാലും നോക്കണ്ട, മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ അവരെ അലട്ടുന്നുണ്ട്. ഇമോഷണലി വളരെ ഓലംഡ് ആണ്. ഒരുപാട് മൾട്ടിപ്പിൾ പോസിബിലിറ്റീസിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം എന്ന് ഒരു ക്ലാരിറ്റി അവർക്കില്ല, എന്ത് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. നിങ്ങളെയും അവരുടെ കൂടെ ഇപ്പോൾ ഉള്ള ആളുകളെയും അവർ കമ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ അവരുടെ ട്രാൻസിഷൻ നടന്നത് മറ്റൊരു ഫാമിലിയിലേക്കാണ്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്കാണെങ്കിൽ ആ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള കമ്പാരിസൺ ഇപ്പോൾ അവരുടെ മനസ്സിൽ നടക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളായിരുന്നെങ്കിൽ ഇങ്ങനെ ആയില്ലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തേനെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്യൂഷനും റിയാലിറ്റിയും തമ്മിലുള്ള ഒരു നൂൽപ്പാലത്തെ കൂടെ പോവുകയാണെന്ന് പറയാം. റിയാലിറ്റി എന്താണ്, ഇല്യൂഷൻ എന്താണെന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷനിൽ കൂടി. സോ അവർക്ക് ഇതുവരെയും നിങ്ങളുടെ ഒരു വാല്യൂ തിരിച്ചറിയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അവരെ നല്ല രീതിയിൽ അതൊന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ എനർജി നോക്കിയപ്പോൾ ഒരു മേജർ അർക്കാന കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഒരു മേജർ അർക്കാന കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി ഇതാണെന്ന് പറയാം. നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ, അതായത് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് അൺസർട്ടനിറ്റി ഉണ്ട്. അതായത് ഒന്നിനും ഒരു ഉറപ്പ് പറയാനായിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ ആ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഇപ്പോഴും ഭയമുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പ് ഒന്നും കൂടി ജോയിൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഓൾറെഡി അനുഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെ തികട്ടി വരും. അവരെ ഒന്നുകൂടി ട്രസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിശ്വസിച്ച് മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് പാടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ പറഞ്ഞു തീർത്തിട്ടുള്ള ഹിഡൻ ഫീലിങ്സ് ഉണ്ട്. ഇമോഷണലി പറയുവാണെങ്കിൽ വളരെയധികം കൺഫ്യൂഷൻസ് ഉണ്ട്. നിങ്ങൾ വളരെ ഡീപ്പ് ബോണ്ടുള്ള ആൾക്കാരായിരുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ പേടിയുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾ ഒരാൾക്ക് ഇതുവരെയും പൂർണ്ണമായിട്ടും സത്യം തിരിച്ചറിയാത്ത ആൾക്കാർ നിങ്ങളിൽ ഒരാളുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സത്യം തിരിച്ചറിഞ്ഞത് കൊണ്ടുള്ള പേടിയുണ്ടാവും. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ കറണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു റീഡിങ് പറയാനായിട്ടുള്ളത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കില്ല നിങ്ങൾ, കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള പേടികൾ കൊണ്ട് നിങ്ങളുടെ ആ ഒരു മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകാൻ, ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പേടി നിങ്ങൾക്ക് എപ്പോഴും കാണും. സോ കാരണം നിങ്ങൾ അത്രയും വാല്യുബിൾ ആയിട്ട് കണ്ട ഒരാളാണ് നിങ്ങൾ അത്രത്തോളം ഹേർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കിതിലെ വളരെ പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ വില കുറച്ച് കണ്ടവരൊക്കെ ഇപ്പോൾ നിങ്ങളുടെ വില മനസ്സിലാക്കുന്ന ഒരു സമയമാണ് കേട്ടോ. സോ ഇപ്പോഴ്
നിങ്ങൾക്ക് ഏറ്റവും ഒരു പോസിറ്റീവ് ഔട്ട്കം ആയിട്ട് അത് തന്നെ കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. സോ നിങ്ങൾക്ക് വേണ്ട എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യുക. നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.